അപ്പൊ മെയിൻസിലേക്ക് വരുമ്പം ഇപ്പം കറക്റ്റ് നല്ല മാർക്കൊക്കെ നേടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ബുക്കുകൾ റെഫർ ചെയ്യണം, അതിലെന്താണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ ഡിഗ്രി ലെവൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ LST സെക്രട്ടറി പോസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ LST സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു മെയിൻ സിലബസ് കണ്ടിട്ടുണ്ടാകും. ഓക്കെ, പ്രിലിംസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ് പ്രിലിംസ് ക്രാക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റുകളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പോട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഡിഗ്രി പ്രിലിംസ് എല്ലാം പാസ്സായി ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് അടുത്ത ആ ഒരു പാസ്സായി വരുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഒരു അടുത്ത കടമ്പ എന്ന് പറയുന്നത് എന്താണ്? മെയിൻസ് ആണ് അല്ലെ. അപ്പൊ മെയിൻസിലേക്ക് വരുമ്പം ഇപ്പം കറക്റ്റ് നല്ല മാർക്കൊക്കെ നേടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് പല പല മെയിൻസ് എക്സാമുകളാണ് വരുന്നത്. SI വരുന്നുണ്ട്, LST സെക്രട്ടറി വരുന്നുണ്ട്, അങ്ങനെ പല പല പോസ്റ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോ മെയിൻസിന് നിങ്ങൾക്ക് അറിയാലോ പല പല പോസ്റ്റുകൾക്കും പല പല സിലബസുകളാണ്. സോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിച്ച് അതിനുള്ള ആ ഒരു 100 റാങ്കിലേക്കൊക്കെ എത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറെ പേര് ഈ LST സെക്രട്ടറി നോട്ടിഫിക്കേഷൻ വന്നു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ഡ്രീം ജോബ് ആയിരുന്നു എന്ത്, ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ PSC നമ്മുടെ സിലബസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും മനസ്സെന്ത് ചെയ്തു, അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നതല്ല, ഇതൊക്കെ എങ്ങനെ പഠിക്കും, ഇതൊക്കെ തീരുമോ എന്നുള്ള രീതിയിലുള്ള കുറെ കൺഫ്യൂഷനും കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പ്രീവിയസ് ഇയർ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ, പ്രീവിയസ് വീഡിയോസിൽ വന്ന കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒന്ന് നിങ്ങളുടെ ആ ഒരു ടെൻഷനും പേടിയും ഒക്കെ ഒന്ന് മാറ്റി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക, നിങ്ങൾ ഇപ്പൊ സിലബസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സിലബസിനകത്ത് നമുക്ക് 2 പേപ്പർ ആണുള്ളത്. മെയിൻസിന്റെ സിലബസിലേക്ക് വരുമ്പോൾ 2 പേപ്പർ ഉണ്ട്. അതിൽ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്, GS ആണ്. ഓൾമോസ്റ്റ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് UPSC ലെവലിലുള്ള ഒരു എക്സാം തന്നെയാണ്. എങ്കിലും അത്രയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു KS ലെവൽ അല്ലെങ്കിൽ KS തൊട്ട് താഴെയുള്ള ലെവലിലുള്ള ഒരു രീതിയിലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു UPSC ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. വെറുതെ നമ്മൾ താഴത്തെ ലെവലിൽ നിന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യണ്ടേ, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് മാർക്ക് നേടണ്ടേ. സോ നമ്മളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? UPSC ലെവലിലുള്ള പ്രിപ്പറേഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു എന്താണ് സിലബസിലേക്ക് വരുമ്പോൾ ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് 100 മാർക്കാണുള്ളത്. ഓക്കെ, സാധാരണ രീതിയിൽ മെയിൻസ് വരുമ്പോൾ മൊത്തത്തിൽ ഒരു 100 മാർക്കിനുള്ള പരീക്ഷയെ കാണത്തുള്ളായിരുന്നു. പക്ഷെ ഇത് ഓൾമോസ്റ്റ് KSന്റെ ആ ഒരു പോലെ തന്നെയാണ്. അപ്പൊ ജനറൽ സ്റ്റഡീസ് 1 ഉണ്ട്, അത് 100 മാർക്കിനാണ് വരുന്നത്. അതിലെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് PSCക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കെല്ലാം പരിചയമുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് എന്താണ് ജനറൽ സ്റ്റഡീസ് 1 പേപ്പർ 1 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് വരികയാണ്. ഓക്കെ, എന്താണ് ഈ ഒരു പേപ്പർ? ഇപ്പൊ UPSC പിള്ളേർക്ക് സെക്കൻഡ് പേപ്പർ ഓക്കെ ആയിരിക്കാം, പക്ഷെ അവർക്ക് ഫസ്റ്റ് പേപ്പർ ഓക്കെ ആകണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു ചിന്താഗതി, തെറ്റായ ചിന്താഗതി മനസ്സിലാക്കി തിരുത്തി വെച്ചിരിക്കുക. ഈ ജനറൽ സ്റ്റഡീസ് 1 ആ ക്വസ്റ്റ്യൻസും ആ ഒരു ടോപ്പിക്സും എല്ലാം PSC സ്റ്റുഡൻസിന് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഈ UPSC കുട്ടികളാണെങ്കിൽ ഇത് ആദ്യം മുതൽ ഇരുന്ന് ഇങ്ങനെ പഠിച്ച് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് അവിടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പേപ്പറിലേക്ക് വരാം. പേപ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? കുറെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൊണ്ടുള്ള അതായത് കൂടുതലും നമ്മളുടെ ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, എന്താണ് ഈ ഒരു LST സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട എന്താണ് പേപ്പറാണ് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത്. അതിന്റെ ഹെഡിങ് തന്നെ എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്. ആ ഒരു ലോക്കൽ ഗവേണൻസിന്റെയും ഡെവലപ്മെന്റിന്റെയും ഫണ്ടമെന്റൽസിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ പേപ്പറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിലെ ഓൾമോസ്റ്റ് ടോപ്പിക്കുകൾ ഒരുവിധം ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മുടെ UPSC ലെവലിൽ വരുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്. ഇന്ത്യൻ പൊളിറ്റി ആയിക്കോട്ടെ, ഇന്ത്യൻ എക്കണോമി ആയിക്കോട്ടെ, റൂറൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അർബൻ ഗവേണൻസ് ആയിക്കോട്ടെ, ഗവേണൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് UPSCയിൽ വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. സോ
അവിടെ UPSC കുട്ടികൾക്ക് എന്തായിരിക്കും എളുപ്പത്തിൽ അത് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അവരൊരുവിധം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പം മെയിൻസിൽ വരെ എത്തി നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ഒന്ന് സെലക്ട് ആവാൻ പറ്റാഞ്ഞു പോയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സെക്കൻഡ് പേപ്പർ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ സെക്കൻഡ് പേപ്പർ മാത്രം ക്രാക്ക് ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ നമ്മുടെ ഫസ്റ്റ് പേപ്പർ 100 മാർക്കിനുള്ള ഈ ജനറൽ സ്റ്റഡീസ് 1ലും എന്ത് ചെയ്യണം, അവിടെയും ഒരു ഈക്വൽ വെയിറ്റേജ് വരുന്നുണ്ട്. സോ അത് അവർ ആദ്യം തൊട്ട് ഒന്നേന്നും പറഞ്ഞിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അത് PSC ലെവലിൽ നിന്നുകൊണ്ട്, അത് UPSC ലെവലല്ല, PSCയുടെ ട്രെൻഡ് അനുസരിച്ച് PSCയെ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് PSCക്കാർക്ക് മാത്രവുമല്ല, UPSCക്കാർക്ക് മാത്രമല്ല, ഇതിന് രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് ഓക്കെ തന്നെ കൊണ്ട് പറ്റും, PSC ലെവലിലും പഠിക്കാം, UPSC ലെവലിലും പഠിക്കാം പറ്റും എന്നുള്ള കുട്ടികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഈ LSG സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ സിലബസ് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് ആ ഒരു സിലബസിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു പോവുക. എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി ടീം ഇപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് ഉടൻ തന്നെ നമ്മളെ ആപ്പിൽ റൺ ആവും. കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ നമ്മൾ നല്ല രീതിയിൽ ഓരോ ടോപ്പിക്കുകളും നിങ്ങളെ മനസ്സിലാക്കി പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ ഓർത്തൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാക്സിമം സോഴ്സസും എല്ലാം നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. ബാക്കി പഠിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സോഴ്സസ് കണ്ടെത്തി നിങ്ങൾക്ക് സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. ബാക്കിയുള്ള വെറുതെ ഇങ്ങനെ ഇരുന്നിരുന്ന് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മനസ്സിലാക്കി ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് ഒന്നേന്നും പറഞ്ഞിരുന്ന് തന്നെ ഇരുന്ന് പഠിച്ച് അത് വീണ്ടും മനസ്സിലാക്കി എടുത്ത് അങ്ങനെ സമയം കളയേണ്ട. എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചു തരും. നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു എഫേർട്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ പാതി എൻട്രി പാതി എന്നാണല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു നിങ്ങളുടെ പകുതി നിങ്ങൾ ചെയ്യുക, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള പാതി ഞങ്ങൾ ഉറപ്പായിട്ടും 100% ഇതോടുകൂടി തന്നെ ഡെഡിക്കേഷനോട് കൂടി തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി ആണെന്ന് അറിയാലോ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ പൊളിറ്റി എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ക്ലിയർ ആക്കി തരാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. അതായത് നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ആ സിലബസ് ഉണ്ടല്ലോ, ആ സിലബസ് എന്താണെന്ന് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കും. അതിലെ ഓരോ ടോപ്പിക്കും എടുത്ത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഓരോ ടോപ്പിക്കും എടുത്ത് അതിലെന്താണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ശേഷം അതിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഉപയോഗിക്കേണ്ട സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യവും, മൊത്തത്തിൽ ഈ സബ്ജക്ട് പഠിക്കാൻ ഉപയോഗിക്കേണ്ട സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരമുള്ള NCERTയുടെ ബുക്ക് ലിസ്റ്റ്, ഇന്ത്യൻ പൊളിറ്റി പഠിക്കാനുള്ള ബുക്ക് ലിസ്റ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്കി ഓരോ സബ്ജക്റ്റുകളുടെ ഇങ്ങനെ പിറകെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇത് എൻട്രിയുടെ ഡിഗ്രി ലെവൽ ചാനലാണ്. ഡിഗ്രി ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ വരുന്നത്. സോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ സിലബസ്, സെക്കൻഡ് പേപ്പറിന്റെ സിലബസ് കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ത്യൻ പൊളിറ്റിയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 15 മാർക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും എല്ലാം ചേർന്നിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് പേപ്പർ ഉണ്ടല്ലോ, ജനറൽ സ്റ്റഡീസ് 1 ഉണ്ടല്ലോ, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 15 മാർക്കിൽ വരുന്നുണ്ട്. ഓക്കെ, ആ കോൺസ്റ്റിറ്റ്യൂഷനും ഈ ഇന്ത്യൻ പൊളിറ്റിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരുപാട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് പഠിക്കുമ്പോൾ, അതും ഇതും കൂടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ പൊളിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും
നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് അവിടെ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇന്ത്യൻ പൊളിറ്റി 15 മാർക്കാണ്. ഇത് ഒരുപാട് ഇനി ഇന്ത്യൻ എക്കണോമി ഉണ്ട്, അങ്ങനെ അങ്ങനെ ഓരോ സബ്ജക്റ്റുകളുണ്ട്, അതിനും ഈക്വൽ വെയിറ്റേജസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ആ വെയിറ്റേജ് അനുസരിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി ആണ്. ഓക്കെ, ഇതൊക്കെ ഓരോന്നും ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു ജനറൽ ഒരു ഐഡിയ വേണ്ടേ? നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സബ്ജക്റ്റുകൾ, ആ ഒരു സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് ആദ്യമേ ഒന്ന് വായിച്ചു പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ പൊളിറ്റിയുടെ എവല്യൂഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആ പൊളിറ്റിയുടെ എവല്യൂഷൻ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഇവിടെ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് റൂൾസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ആ ദേശീയ പ്രസ്ഥാനങ്ങൾ മെയിൻ ആയിട്ട് നടന്ന ഈവന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിലുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ്, അവരുടെ കാര്യങ്ങൾ, അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഹിസ്റ്ററിയുമായിട്ടൊരു ഓവർലാപ്പ് വരികയാണ് അല്ലെ. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന ആ ഒരു സംഭവം തന്നെ എവിടെയും ഇൻക്ലൂഡഡ് ആണ്, ഈ ഒരു സിലബസിലും ഇൻക്ലൂഡഡ് ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരെ എങ്ങനെയാണ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു ഭരണം നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെയാണ് രൂപീകരിച്ചത്, അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലും പഠിക്കാനുണ്ട്, പ്രിലിംസിൽ പഠിക്കാനുണ്ട്, നമ്മൾ എല്ലാ പരീക്ഷകളിലും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. സോ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, കുറച്ചും കൂടെ ഒന്ന് ഡീപ്പ് ആയിട്ട് പഠിക്കും, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നതിന്റെ രീതി, അതിന്റെ ആ ഒരു ഫോർമാറ്റ്, അതുപോലെ തന്നെ അത് ആ ഒരു രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ച് പഠിക്കും. അതിനുശേഷം ആർക്കിടെക്ട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ആർക്കിടെക്ട്സിന്റെയും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടോപ്പിക്കും എടുത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്, ഈ ഇന്ത്യൻ പൊളിറ്റിയിൽ ഉള്ളത്. ഓക്കെ, അല്ലാതെ വേറെ അല്ലാതെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ നേരത്തെ ഹിസ്റ്ററിയിലും കോൺസ്റ്റിറ്റ്യൂഷനിലും പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് പറഞ്ഞിരിക്കുന്നു. ആ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഡീപ്പായിട്ട് പഠിക്കുക, അത്രയും മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്ത്യൻ പൊളിറ്റിയുടെ സിലബസ് എത്രമാത്രം സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട്സിനെ കുറിച്ച് പഠിക്കണം. പിന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഇവിടെ കൊടുക്കേണ്ടുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു പോസ്റ്റ് തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതല്ലേ, അതുകൊണ്ട് തന്നെ ലോക്കൽ സെൽഫ് ഗവേണൻസുമായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ വളരെ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചെറിയൊരു ടെൻഷൻ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യൻ പൊളിറ്റി നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായി കാണുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റി പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുക, നമ്മുടെ ക്ലാസ്സസ് കാണുക, മാക്സിമം നോട്ട്സ് കളക്ട് ചെയ്യുക. ഈ മെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അധികം നല്ല സമയമുണ്ട്, ഒരു 6-7 മാസത്തോളം, ഒക്ടോബർ നവംബർ ആ ഒരു സമയമൊക്കെ അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് അത്രയും സമയമുണ്ട്. ആ സമയമുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേറെ ഒരു രീതിയിൽ പോവരുത്, അവസാനം പഠിക്കാം എന്നുള്ള രീതിയിൽ വെക്കരുത്. ഇത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു അവസാന സമയത്തേക്ക് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് പാസ്സായി അതിന്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരുന്നാല് ആ ജനറൽ സ്റ്റഡീസ് 1ലെ 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ രണ്ടാമത്തെ പേപ്പറിൽ 100 മാർക്ക് പോയിട്ട് ഒരു 50 മാർക്ക് പോലും നേടാൻ സാധിക്കത്തില്ല. ഓക്കെ, സോ പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, മാക്സിമം
ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ പ്രിലിംസിനുള്ള ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മെയിൻസിലേക്ക് മാക്സിമം എക്സാമിന് മുമ്പ് തന്നെ, പ്രിലിംസ് എക്സാമിന് മുമ്പ് തന്നെ മെയിൻസിന്റെ ടോപ്പിക്സ് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ സോഴ്സസ് ഞാൻ പറഞ്ഞു തരട്ടെ. ഏതൊക്കെ സോഴ്സുകളാണ് നിങ്ങൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുന്ന നേരം നോക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ ബുക്ക് വേറെ ഒരു സംശയവും വേണ്ട, എല്ലാ കുട്ടികളും ഏത് UPSC സ്റ്റുഡന്റ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇന്ത്യൻ പൊളിറ്റിയിലെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ PSC ആയിക്കോട്ടെ, നമ്മുടെ കഴിഞ്ഞ വട്ടം PSC ഡിഗ്രി മെയിൻസിന് UPSCയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റേറ്റ്മെന്റ് തരത്തില്. ഇതെല്ലാ ക്വസ്റ്റ്യൻസും വന്നത് ഈ ഒരു ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നാണ്. സോ ഇതെല്ലാം നമ്മൾ സിവിക്സ് പഠിച്ച സമയത്ത് ഞാൻ യൂസ് ചെയ്തത് എന്തായാലും ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി തന്നെയായിരുന്നു. സോ അവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ക്ലാസ് കണ്ടവരെല്ലാം അത് ആൻസർ ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഒരു ഫീഡ്ബാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു സബ്ജക്ട് ഇന്ത്യൻ പൊളിറ്റി പഠിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ല ചോയ്സ് ആണ് എന്ത്? ഈ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ്. ആ ഒരു ചാപ്റ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് പോലും നമുക്ക് ആ ഒരു മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ലക്ഷ്മികാന്തിന്റെ ബുക്ക് അവര് ആ ഒരു സ്ട്രക്ചർ അവര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ ഒരു ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് എന്ന് പറയുന്നത്. ഇപ്പൊ അവരുടെ 7th എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 7th എഡിഷൻ നോക്കി വാങ്ങിക്കാം. ഇനി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 8th എഡിഷൻ ഇറങ്ങും. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് തിരക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് എഡിഷൻ ഏതാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് തിരക്കിയതിനു ശേഷം ആ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് തന്നെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, PDF ഒക്കെ കിട്ടും, അതൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ എൻട്രി ആപ്പിലും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉള്ളത്. സോ ആ നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ആ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ്? NCERT ബുക്സ് ആണ് അല്ലെ. NCERT ബുക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസും NCERT ബുക്സിൽ നിന്നാണ് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോസിലെല്ലാം NCERT ബുക്ക് ലിസ്റ്റ് വേണം എന്നുള്ള കമന്റ്സ് വന്നിരുന്നത് അല്ലെ. അപ്പൊ NCERT ബുക്സ് നിങ്ങൾ റെഫർ ചെയ്യുക. അതിന്റെ ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട്, ഞാൻ ആ ഒരു രീതിയിലേ പഠിപ്പിക്കത്തുള്ളൂ കേട്ടോ. ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഞാൻ NCERT പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു തരത്തുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഞാനൊരു ടോപ്പിക് എടുത്ത് ഒന്നേന്നും പറഞ്ഞങ്ങ് തുടങ്ങി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ NCERT പഠിക്കും, അതിനുശേഷം നമ്മൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പഠിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ NCERT ബുക്സിന്റെ കാര്യം കഴിഞ്ഞു. ഇനി അതിനുശേഷം നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെഫറൻസ് ആണ് ഇഗ്നൗ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു നോട്ട്സ് എന്ന് പറയുന്നത്. അതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓരോ ടോപ്പിക്ക് UPSC ലെവൽ ആയിക്കോട്ടെ PSC ലെവൽ ആയിക്കോട്ടെ ടോപ്പിക്സുകൾ നമ്മൾ ടോപ്പിക്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇഗ്നൗവിന്റെ നോട്ട്സ് നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു നോട്ട്സ് നിങ്ങൾക്ക് ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ചോയ്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ജേർണൽസ് ആണ്. ജേർണൽസ് എന്ന് പറയുമ്പോൾ പല ഇന്റർനാഷണൽ ജേർണൽസും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോരുത്തർ പഠിച്ച് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നല്ല ഇലോബറേറ്റ് ആയിട്ടുള്ള ജേർണൽസ് ഒക്കെ ഉണ്ട്. സോ ആ ജേർണൽസ് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി റെഫർ ചെയ്യാം. അതുപോലെ തന്നെ IIPA എന്ന് പറയുമ്പോൾ നമ്മളുടെ സിവിക്സ് പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാലോ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെയാണ് എന്തെന്ന് പറയുന്നത്? IIPA. ഞാൻ തന്നെ പറഞ്ഞു തന്നെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. IIPA, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഈ IIPAയുടെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, ഒരു ബുക്കുണ്ട്. ഇപ്പൊ 2023 അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഇതിന്റെ പേരാണ് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം എക്സെട്ര, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. ആ ഒരു ബുക്കിന്റെ പേരാണ് കേട്ടോ. ഇത്ര വലിയൊരു പേരൊക്കെ തന്നെയാണ്. സോ അതും നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യൻ പൊളിറ്റി എങ്ങനെയാണ്, എന്തൊക്കെയാണ് സോഴ്സസ് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കാണുമല്ലോ. അപ്പൊ ലക്ഷ്മികാന്തിന്റെ ബുക്കുണ്ട്, NCERT ബുക്ക്, ഇഗ്നൗ നോട്ട്സ്, ജേർണൽസ്, ഈ IIPAയുടെ ഈ ബുക്സ് നമുക്ക്
മെയിൻ ആയിട്ട് ഇത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ഇത് അല്ലാതെ കുറെ റെഫറൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സോഴ്സസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കും എടുത്ത് ഇവാലുവേറ്റ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, സോഴ്സസ് ഏതൊക്കെയാണ്, NCERT ബുക്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മളുടെ സിലബസിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി ആണ്. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, അതായത് ഇന്ത്യൻ പൊളിറ്റിയുടെ ആ തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി, അതിന്റെ ആ ഒരു അവസാനം മുതലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിങ്ങനെ പഠിച്ചു പോകാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ മുഗൾ ഡൈനാസ്റ്റിയുടെ അവസാനം വരുന്നു. അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു പ്രദേശം കൈക്കലാക്കുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് റൂൾ വരുന്നു. പിന്നെ നമ്മുടെ പല രീതിയിൽ ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം നടത്തിയിരുന്ന സമയത്ത് ആ ഒരു സമയത്ത് കൊണ്ടുവന്ന റൂൾസിനെ എല്ലാം കമ്പനി റൂൾ എന്നുള്ള ആ ഒരു രീതിയിലാണ് പറയുന്നത് അല്ലെ. അപ്പൊ കമ്പനി റൂൾസ് കുറെ ഉണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് കൺട്രോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ ക്രൗൺ റൂൾ എന്നുള്ള രീതിയിൽ കുറെ ആക്ടുകൾ പാസ്സാക്കുന്നു. അതിലൊന്നാണ് നമ്മളുടെ അവസാനം പഠിക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നൊക്കെ പറയുന്നത്. സോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിയുടെ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കും. അതിനുശേഷം നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു, ഫസ്റ്റ് ക്യാബിനറ്റ് ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിയുടെ എവല്യൂഷനിൽ നോക്കാനായിട്ടുണ്ട്. ഇനിയും ഇതിനകത്തും കുറെ സബ് ടോപ്പിക്കുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അല്ലാതെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മിസ്സാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് സോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്മികാന്തിന്റെ ബുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജോർജ് ചെസ്നി എന്ന് പറയുന്ന ഒരാളുടെ ഇന്ത്യൻ പൊളിറ്റി എ വ്യൂ ഓഫ് ദ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനായിട്ട് പോകുന്നത്, പ്ലസ് NCERT. ഓക്കെ, അപ്പോ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. പിന്നീട് അതിനായിട്ട് ഈ ഒരു എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിയുടെ എവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. എവല്യൂഷൻ വരുന്ന സമയത്ത് തന്നെയാണ് ആ ഒരു കാലഘട്ടം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബ്രിട്ടീഷ് റൂളിൽ ഉണ്ടാകുന്ന ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ച് പഠിക്കും. അപ്പൊ അവിടെ നമ്മൾ മെയിൻ ആയിട്ടും ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂൾ വരുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, എക്കണോമിക് ഇമ്പാക്ട്, സോഷ്യൽ ഇമ്പാക്ട്, കൾച്ചറൽ ഇമ്പാക്ട് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ കുറെ ഫീച്ചേഴ്സ്, നല്ല വശങ്ങളും ഉണ്ട്. ബ്രിട്ടീഷ് റൂൾ വന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വരികയും ഉണ്ടായി, പക്ഷെ ഒരുപാട് ദോഷവശങ്ങളും ഉണ്ടായിട്ടുണ്ട്. സോ അതിന്റെ എഫക്റ്റുകൾ, ഓരോ ബ്രിട്ടീഷ് റൂൾ കാരണം ഓരോ മേഖലകളിലും ഉണ്ടായ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ടാമത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടുന്ന NCERTയുടെ ബുക്ക് ലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് 8th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അവർ പാസ്റ്റ് എന്ന് പറഞ്ഞ 3rd പാർട്ടാണ്. അതിന്റെ 1, 2, 3, 4, 5, 6 ചാപ്റ്റർ ഈ എവല്യൂഷനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് റൂളുമായി ബന്ധപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. സോ അത് നമ്മൾ പഠിക്കും. ശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് +2 പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അതും ഈ ഒരു ടോപ്പിക്കുമായി ബേസ് ചെയ്ത് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അത് നമ്മൾ പഠിക്കും. മാത്രമല്ല SCERT ബുക്കിനെ അങ്ങനെ ഒഴിവാക്കാനൊന്നും സാധിക്കത്തില്ല അല്ലെ. SCERT ബുക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. സോ 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയില് 2, 3, 4, 9 ഈ ചാപ്റ്റേഴ്സ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ ഇത് പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിന്നും ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം, ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, ഇന്ത്യൻ പൊളിറ്റി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കണ്ടോ, നേരത്തെ പറഞ്ഞ ആ ഒരു ഓവർലാപ്പ് വരുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മേജർ ഈവന്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റ്.
നമ്മുടെ ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിലുള്ള എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നിട്ടുള്ളത്, അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത് റൗലറ്റ് സത്യാഗ്രഹം, ഖിലാഫത്ത് പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ, മഹാത്മാഗാന്ധി, അതുപോലെ ഭഗത് സിംഗ്, ചിത്തരഞ്ജൻ ദാസ്, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ദാദാഭായ് നവറോജി, അങ്ങനെ കുറെ വ്യക്തികളെ കുറിച്ചും ആ കാലഘട്ടത്തിൽ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നടന്ന കുറെ ഈവെന്റ്സിനെ കുറിച്ചും നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുണ്ട്. സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വളരെ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. ഓക്കെ, 8th സ്റ്റാൻഡേർഡിലെ അവർ പാസ്റ്റ് ചാപ്റ്റർ 7 and 8 എന്ന് പറയുന്നത് ഈ നാഷണൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഈ വ്യക്തികളും ഈവെന്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. സോ നമുക്ക് അത് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ SCERTയിലെ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററി എടുത്താൽ അവിടെ നമുക്ക് ഈ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേശീയ രീതിയിൽ നടന്ന പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നേതാക്കന്മാരെയൊക്കെ കുറിച്ച് ഈ ചാപ്റ്റർ 4, 6, 7 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അവിടെ നമ്മൾ അല്ലാതെയുള്ള സോഴ്സസും യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഭരണം എങ്ങനെയായിരുന്നു, അതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, മെയിൻ ആയിട്ടും ബ്രിട്ടീഷിന്റെ ഭരണരീതി എന്ന് പറയുന്നത് 3 പില്ലേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവിടെ സിവിൽ സർവീസ് ഉണ്ടായിരുന്നു, ആർമി ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, അവിടെ ഭരണം മെയിൻ ആയിട്ട് നടത്തിയിരുന്നത്. സോ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പോലീസ് സിസ്റ്റത്തിന്റെ ക്രിയേഷനെ കുറിച്ചും, അവിടെ ഓരോ കമ്മീഷൻ, കോൺവാലിസ് പ്രഭുവിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കണം. പോലീസ് കമ്മീഷൻ ഓഫ് 1860 പഠിക്കണം. ചേഞ്ചസ് മെയ്ഡ് ബൈ കോൺവാലിസ്, എന്തൊക്കെയാണ് കോൺവാലിസ് ചെയ്ത കാര്യങ്ങൾ, അവിടെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സിവിൽ സർവീസ്, എങ്ങനെയാണ് സിവിൽ സർവീസ് വരുന്നത്, അങ്ങനെ സിവിൽ സർവീസ് ആക്ട് പാസ്സായത് എന്നാണ്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിന് അണ്ടറിലായിട്ട് പഠിക്കേണ്ടത്. അതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ബാക്കി നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇഗ്നൌന്റെ നോട്ട്സ് യൂസ് ചെയ്യും. ഓക്കെ, അടുത്തൊരു ടോപ്പിക് ആണ് ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ ഗവൺമെന്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ആർക്കിടെക്ട്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓൾമോസ്റ്റ് ഈ ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകളാണ് അല്ലെ. എങ്ങനെയാണ് ഗവൺമെന്റ് ഫോം ചെയ്തത്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ദെൻ ആർക്കിടെക്ട്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ആ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ആർക്കിടെക്ട്സ് ആരൊക്കെയാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. സോ ഇതെല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോപ്പിക്കുകളാണ്. സോ അത് നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ടും ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി വെച്ചും മാത്രമല്ല, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ NCERT പാഠപുസ്തകത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് NCERT സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് 6ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ അവിടെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. പിന്നെ 7th സ്റ്റാൻഡേർഡിലെ 2ാമത്തെ യൂണിറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. സോ അവിടെ നമ്മൾ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ അത് നമ്മൾ പഠിക്കും. പിന്നെ വരുന്നത് NCERTയിലെ +1 ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. മൊത്തവും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക്. അതിലാണ് ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ അടുത്ത ഒരു ടോപ്പിക്, നമ്മുടെ അവസാനത്തെ ഒരു ടോപ്പിക്കാണ് ലോക്കൽ സെൽഫ് ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ലോക്കൽ സെൽഫ് ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അവിടെ ആ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമ്മുടെ ഇവിടെ രൂപീകരിച്ചത്, അതിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിന്റെ എവല്യൂഷൻ, അതെങ്ങനെയാണ് വളർന്നത്, അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്,
അതുപോലെ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ ലോക്കൽ ഗവൺമെന്റിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, മെയിൻ ആയിട്ടും ഇവിടെ ആ ഒരു ടോപ്പിക്ക് കണ്ടോ, ലോക്കൽ സെൽഫ് ഗവർണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷനും ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ലോക്കൽ സെൽഫ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് 73rd ആൻഡ് 74th അമെന്റ്മെന്റ് വഴിയാണ് ഇതൊക്കെ രൂപീകരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു അമെന്റ്മെന്റ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുക, കാരണം ലോക്കൽ സെൽഫ് ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് NCERT-യിലെ 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിലെ 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്, അതിന്റെ പേര് ലോക്കൽ ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. സോ അതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ NCERT-യിലെ +1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ലേ, അതിനകത്ത് ചാപ്റ്റർ 8 എന്ന് പറയുന്നത് എന്താണ്, ലോക്കൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട, ലോക്കൽ ഗവൺമെന്റിന്റെ ഈ 73rd അമെന്റ്മെന്റും 74th അമെന്റ്മെന്റിനെ കുറിച്ച് എല്ലാം വിശദമായി വിവരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഇപ്പം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ബുക്കുകൾ റെഫർ ചെയ്യണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യൻ പൊളിറ്റിയുമായി ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ ആ ഒരു 15 മാർക്കും നേടിയെടുക്കുന്ന രീതിയിൽ വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് വരിക. കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിച്ചു പോയി ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. സോ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു 15 മാർക്കും നമ്മൾ നേടിയെടുത്തിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.